नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुगात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम तृतीय स्कंदം അധ്യായം 28 ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 21 മുതൽ 25 വരെ വായിക്കാം. സഞ്ചിന്തയേത് ഭഗവത ശരണാരവിന്ദം വജ്രാംകുശധ്വജസരോരുഹലാഞ്ജനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതം മഹത് ഹൃദയാന്ധകാരം യച്ഛൗചാനിസൃതസരിത്പ്രവരോദകേന തീർത്ഥേന മൂർധ്യാധികൃതേന ശിവ ശിവോഭൂത് ധ്യാതുർമനാ ശമലശൈലനിസൃഷ്ടവജ്രം ധ്യായേച്ചിരം ഭഗവത ചരണാരവിന്ദം. ജാനുദ്വയം ജലജലോചനയാ ജനന്യാ ലക്ഷ്മ്യാഖിലസ്യ സുരവന്ദിതയാ വിധാതു ഊർവോ നിധായ കരപല്ലവരോചിഷാ യത് സംലാളിതം ഹൃദി വിഭോരഭവസ്യ കുര്യാത്. ഊരു സുവർണഭുജയോരതിശോഭമാന ഓജോനിധി അദസികാ കുസുമാവഭാസോ വ്യാലംബിബീത വരവാസസി വർത്തമാന കാഞ്ചീകലാപരിരംഭി നിദംബബിംബം. നാഭീഹൃദം ഭുവനകോശഗുഹോദരസ്ഥം യത്രാത്മയോനിദിഷണാഖിലലോകപത്മം വ്യൂഢം ഹരിന്മണിവൃതശാസ്തനയോരമുഷ്യ ധ്യായേദ്വയം വിശദഹാരമയൂഖഗൗരം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബേബി മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരം നീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം
മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ. ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3-2 അധ്യായം 28. ഭക്തിയുത സേവനത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 21. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ജനാഢ്യം ഉത്തുംഗരക്തവിലസത്നഗ ചക്രവാള ജ്യോത്സ്നാഭീരാഹതമഹത് ഹൃദയാന്തകാരം. വിവർത്തനം. ഭക്തൻ ആദ്യം ഒരു മിന്നൽ പിണർ, ആനത്തോട്ടി, കൊടിക്കൂറ, താമര എന്നീ അടയാളങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഏകാഗ്രനാകണം. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന് സദൃശ്യമായ അവയുടെ മനോഹരങ്ങളായ ചുവപ്പു നഖങ്ങളുടെ ഉജ്ജ്വലകാന്തി ഒരുവന്റെ ഹൃദയത്തിലെ കനത്ത ഇരുട്ടിനെ അകറ്റിക്കളയുന്നു. ശ്ലോകം 22. യദ്ശൗച നിസൃത സരിത് പ്രവരോധകേന തീർത്ഥേന മൂർധന്യതി കൃതേന ശിവ ശിവോ ഭൂത് ധാതുർമന ശമല ശൈല നിസൃഷ്ട വജ്രം ദയോച്ചിരം ഭഗവതശ്ചരണാരവിന്ദം. വിവർത്തനം. സ്വതേ അനുഗ്രഹീതനായ ഭഗവാൻ ശിവൻ ഭഗവാന്റെ പാദപങ്കജങ്ങൾ കഴുകി ഉത്ഭവിക്കുന്ന ഗംഗയെ ശിരസിൽ വഹിക്കുന്നതിനാൽ അങ്ങേയറ്റം അനുഗ്രഹീതനാകുന്നു. ഭഗവാന്റെ പാദങ്ങൾ തന്നെ ധ്യാനിക്കുന്ന ഭക്തന്റെ മനസ്സിലെ പാപത്തിന്റെ പർവ്വതങ്ങളെ തരിപ്പണമാക്കുന്ന മിന്നൽ പിണരുകൾ കണക്ക് വർത്തിക്കുന്നു. അതിനാൽ ഒരുവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ചിരകാലം ധ്യാനിക്കണം. ശ്ലോകം 23. ജാനുദ്വയം ജലജ ലോചനയാചനന്യ ലക്ഷ്മ്യാഖിലസ്യ സുരവന്ദിതയാ വിദാതു പൂർവോർനിതായ കരപല്ലവ രോജിഷായ സംലാളിതം ഹൃദി വിഭോ അഭവസ്യ കുര്യാത്. വിവർത്തനം. പരമോന്നത വ്യക്തിയായ ബ്രഹ്മാവിന്റെ മാതാവും ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും ഭാഗ്യദേവതയുമായ ലക്ഷ്മിയുടെ പ്രവർത്തനങ്ങൾ യോഗി അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അവൾ എപ്പോഴും അതീന്ദ്രിയനായ ഭഗവാന്റെ കാലുകളും തുടകളും തടവിക്കൊണ്ട് അദ്ദേഹത്തെ വളരെ ശ്രദ്ധാപൂർവം സേവിക്കുന്നതായി കാണപ്പെടും. ശ്ലോകം 24. ഊരു സുവർണ ഭുജയോരതി ശോഭമാനൗ ഓജാനിധി അതിസികാ കുസുമ അവഭാസൗ വ്യാലംബി പീതാവരവാസസി വർത്തമാന കാഞ്ചീ കലാപ പരിരംബി നിതംബ ബിംബം. അടുത്തതായി യോഗി പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ സമസ്ത ശക്തികളുടെയും സംഭരണിയായ അദ്ദേഹത്തിന്റെ തുടകളിന്മേൽ മനസ്സ് ഏകാഗ്രമാക്കണം. ചെറു ചണപ്പൂവിന്റെ ഐശ്വര്യദീപ്തി പോലെ ശുഭ്രനീലിമയാർന്ന ഭഗവാന്റെ തുടകൾ അദ്ദേഹം ഗരുഡന്റെ ഇരു തോളുകളിലും വഹിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റം മനോഹരമായി കാണപ്പെടും. അനുപമസുന്ദരമായ മഞ്ഞപ്പട്ടണിഞ്ഞ് അതിനു മുകളിലൂടെ കണങ്കാൽ വരെ ഞാന്നുകിടക്കുന്ന അരഞ്ഞാണം ചാർത്തിയ അദ്ദേഹത്തിന്റെ വൃത്താകൃതിയിലുള്ള നിതംബത്തിന്മേലും യോഗി ധ്യാനിക്കണം. ശ്ലോകം 25. നാഭീഹൃതം ഭുവനകോശ ഗുഹോദരസ്ഥം യത്രാന്മ യോനി ദിഷണാഖില ലോകപത്മം വ്യൂഢം ഹരിത്മണി വൃതസ്തന യോരുമുഷ്യ ധ്യയേ ദ്വയം വിശദഹാരമയൂഗ ഗൗരം. വിവർത്തനം. യോഗി പിന്നീട് അദ്ദേഹത്തിന്റെ ഉദരമധ്യത്തിലെ ചന്ദ്രതുല്യമായ പൊക്കിൽ തടത്തെ ധ്യാനിക്കണം. അഖില ലോകങ്ങളുടെയും അടിത്തറയായ അദ്ദേഹത്തിന്റെ നാഭിയിൽ വളരുന്ന താമരത്തണ്ട് എല്ലാ ഗ്രഹങ്ങളിലേക്കും വ്യാപിക്കുന്നു. ആ താമരയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയായ ബ്രഹ്മാവിന്റെ വാസസ്ഥലം. അതേ രീതിയിൽ യോഗി ഭഗവാന്റെ മാറിടത്തെ അലങ്കരിക്കുന്ന പാൽവർണ്ണമുള്ള മുത്തുകളാൽ തീർത്ത കണ്ഠാഭരണത്തിന്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന അനുപമ സുന്ദരങ്ങളായ 2 മരതക കല്ലുകൾക്ക് സദൃശ്യമായ അദ്ദേഹത്തിന്റെ മുലക്കണ്ണുകളിലും മനസ്സ് കേന്ദ്രീകരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ കപില ഭഗവാൻ
ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു യോഗി ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഭഗവാന്റെ ഒരു ഏകദേശ രൂപത്തിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ശംഖചക്ര ഗദാധാരിയാണ്. ചതുർഭുജ രൂപനായിട്ടുള്ള പരമാത്മ രൂപത്തിലുള്ള ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ഒരു ഏകദേശ രൂപം അല്ല, ഏകദേശ രൂപത്തിനെ കുറിച്ച് ധാരണയുണ്ടായാൽ പോരാ, ഭഗവാന്റെ എല്ലാ അംഗങ്ങളെ കുറിച്ചും ഒരു യോഗിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഭഗവാനെ ശാസ്ത്രങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള അതേ രൂപത്തിൽ തന്നെ നമ്മൾ ധ്യാനിക്കണം. ഏതെങ്കിലും ഒരു രൂപത്തിനെ ധ്യാനിച്ചാൽ പോരാ, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു രൂപത്തിനെ ധ്യാനിച്ചാൽ മതി എന്ന് സാധാരണ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ശാസ്ത്രത്തിൽ ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അല്ലെ, ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അത് ശാസ്ത്രത്തിൽ ആ രൂപം എങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പം വിഗ്രഹാരാധന എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതിയാണ്. ഏതെങ്കിലും ഒരു രൂപത്തിനെ ധ്യാനിച്ചാൽ മതി എന്ന് എവിടെയും പറയുന്നില്ല. ഇവിടെ ഭാഗവതത്തിലും ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപത്തിലുള്ള ഭഗവാന്റെ രൂപത്തിനെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആ രൂപത്തിനെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്നിവിടെ ഭഗവാൻ പറയുന്നു. അതിനുശേഷം ഭഗവാന്റെ ഓരോ അംഗത്തെയും, ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആത്മീയമാണ്. അപ്പം ആത്മീയമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ രൂപത്തിനെ ഭഗവാൻ വർണ്ണിക്കുകയാണ്. അപ്പൊ ഭഗവാനെ നമ്മൾ ധ്യാനിക്കേണ്ടത് പാദങ്ങൾ മുതലാണ് എന്ന് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പാദങ്ങൾ മുതൽ മുകളിലേക്കാണ് ഭഗവാന്റെ രൂപത്തിനെ നമ്മൾ കാണേണ്ടത്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ആരാധിക്കുന്ന സമയത്ത്, ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഭഗവാന്റെ പാദത്തിലേക്കാണ്. പാദങ്ങളെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ആ പാദങ്ങൾ ഭക്തന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, സഞ്ചിന്തയേത് ഭഗവത ചരണാരവിന്ദം. ആദ്യം ഭഗവാന്റെ ചരണാരവിന്ദം, പാദപത്മങ്ങളെയാണ് ധ്യാനിക്കേണ്ടത്. ആ പാദപത്മങ്ങളുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. വജ്രാങ്കുശ ധ്വജ സരോരുഹ ലാഞ്ചനാഢ്യം. ആ ഭഗവാന്റെ പാദങ്ങളിൽ പ്രത്യേക ചിഹ്നങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ ചില ചിഹ്നങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു. വജ്രം, അങ്കുശം, ധ്വജം, സരോരുഹം. വജ്രം എന്ന് പറയുന്നത് ഇടിമിന്നലിന്റെ അടയാളമാണ്. അങ്കുശം ആനത്തോട്ടിയാണ്, ആനയെ നിയന്ത്രിക്കുന്ന തോട്ടി. ധ്വജം കൊടിയുടെ ചിഹ്നമുണ്ടായിരിക്കും. സരോരുഹം താമരയുടെ ചിഹ്നമുണ്ടായിരിക്കും. ഇങ്ങനെ വജ്രത്തിന്റെയും ആനത്തോട്ടിയുടെയും താമരയുടെയും ചിഹ്നമുള്ള, ധ്വജത്തിന്റെയും ചിഹ്നമുള്ള ഭഗവാന്റെ പാദത്തിനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ പാദപങ്കജങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നിവിടെ പറയുന്നുണ്ട്. ഉത്തുംഗ രക്തവിലസൻ നഖചക്രവാള ജ്യോത്സ്നാഭിരാഹത മഹദ് ഹൃദയാന്ധകാരം. ഭഗവാന്റെ കാൽ നഖങ്ങളിൽ രക്തവർണ്ണമുള്ള കാൽ നഖങ്ങളാണെന്ന് പറയുന്നു. വളരെയധികം തിളങ്ങുന്ന, പ്രകാശം ജ്വലിക്കുന്ന ഭഗവാന്റെ പാദത്തിലെ നഖങ്ങൾ, ആ നഖങ്ങൾ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പാദത്തിലെ നഖങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ അന്ധകാരങ്ങളും ഇല്ലാതായി പോകുമെന്ന് പറയും. എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമാണ് ഭഗവാന്റെ ശരീരം. അതേപോലെ ഭഗവാന്റെ കാൽ നഖങ്ങളും ചന്ദ്രനെ പോലെ തിളങ്ങുന്നതാണ്. ഉത്തുംഗ രക്ത വിലസൻ നഖചക്രവാള ജ്യോത്സ്നാഭി ആഹത മഹദ് ഹൃദയാന്ധകാരം. ഭഗവാന്റെ ആ പാദങ്ങളെ, ഭഗവാന്റെ കാൽ നഖങ്ങളെ, തിളങ്ങുന്ന ജ്വലിക്കുന്ന കാൽ നഖങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ അന്ധകാരം, എല്ലാവിധ സംശയങ്ങളും, എല്ലാവിധ ഭൗതികമായിട്ടുള്ള ദുരാശകളും ഇല്ലാതായിട്ട് മാറുമെന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെയാണ് ആദ്യം ധ്യാനിക്കേണ്ടത് എന്നിവിടെ പറയുന്നു.
22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യച്ഛോജ നിസൃത സരിത് പ്രവരോധകേന തീർത്ഥേന മൂർധൻ അധികൃതേന ശിവ ശിവോഭൂത് ധ്യാതുർ മനഃശമല ശൈല നിസൃഷ്ട വജ്രം. ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ പ്രത്യേകത തന്നെയാണ് വീണ്ടും പറയുന്നത്. ഭഗവാന്റെ പാദങ്ങൾ കഴുകി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഗംഗാനദി പവിത്രമായത്. ഭഗവാന്റെ പാദങ്ങൾ കഴുകിയിട്ടുള്ള വെള്ളമാണ് ഗംഗാനദിയായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് പവിത്രമാണ്. ഭഗവാന്റെ പാദങ്ങൾ പവിത്രമാണ്. ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചത് കൊണ്ട് ഗംഗാനദിയും പവിത്രമാണ്, ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഗംഗാനദി ശിരസിൽ എടുത്തത് കൊണ്ടാണ്, ശിരസിൽ ധരിച്ചത് കൊണ്ടാണ് മഹാദേവൻ കൂടുതൽ ശുദ്ധനായിട്ട് മാറിയത് എന്ന് പറയുന്നത്. മഹാദേവൻ, ശിവൻ, ശിവ ശിവോഭൂത്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകാരിയായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. ആ മംഗളകാരിയായിട്ടുള്ള ശിവൻ കൂടുതൽ മംഗളകാരിയായി എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഭഗവാന്റെ പാദങ്ങളെ കഴുകിയ ജലം മഹാദേവൻ ശിരസിൽ എടുത്തത് കൊണ്ട്. ആ ഗംഗാനദിയെ മഹാദേവൻ ശിരസിൽ ധരിച്ചത് കൊണ്ട് ശിവൻ കൂടുതൽ ശിവനായിട്ട് മാറി. ശിവ ശിവോഭൂത്. ഭഗവാന്റെ പാദം അത്രയും പവിത്രമാണ്. അപ്പൊ ഭഗവാന്റെ പാദം അത്രയും പവിത്രമാണ്, ഗംഗാനദിക്ക് പവിത്രത നൽകിയതാണ് എന്നുള്ള കാര്യം നമ്മൾ ധ്യാനിക്കണം എന്ന് പറയും. അങ്ങനെയുള്ള ആ പാദപങ്കജങ്ങളെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള വലിയ വലിയ പാപചിന്തകൾ, പർവ്വതങ്ങളെ പോലെ കുന്നുകൂടി കിടക്കുന്ന പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് പറയുന്നത്. ഏതുപോലെ? വജ്രായുധം കൊണ്ട പർവ്വതങ്ങളെ പോലെ. വജ്രായുധം കൊണ്ട് പർവ്വതങ്ങൾ ഒടിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ പാപങ്ങളും ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി പോകുമെന്ന് പറയും. അത്രയ്ക്കും ശക്തിയുള്ളതാണ്, അത്രയ്ക്കും പവിത്രമാണ് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള പാദപങ്കജങ്ങൾ. അതുകൊണ്ട് നിരന്തരം ഭക്തന്മാർ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ധ്യായേ ചിരം ഭഗവത ചരണാരവിന്ദം. ധ്യായേ ചിരം. ചിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് നമ്മൾ ഭഗവാന്റെ പാദങ്ങളെയാണ് സ്മരിക്കുന്നത്. തെറ്റായിട്ടുള്ള ചിന്തകൾ, പാപചിന്തകൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇല്ലാതായി പോകുന്നതിനും വലിയ പർവ്വതം കണക്കിന് കൂടിക്കിടക്കുന്ന പാപങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതിനും ഭഗവാന്റെ പാദത്തിന്റെ സ്മരണയ്ക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഭഗവാന്റെ പാദത്തെ സ്മരിച്ചു തുടങ്ങണം എന്ന് പറയും. ധ്യായേ ചിരം ഭഗവത ശരണാരവിന്ദം എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അതിനുശേഷം ഭഗവാന്റെ പാദത്തിൽ നിന്ന് മുകളിലേക്കാണ് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപത്തിനെ ധ്യാനിക്കേണ്ടത്. പാദങ്ങളെ ധ്യാനിച്ചതിന് ശേഷം മുകളിലേക്ക് ജാനുദ്വയം ജലജലോചനയാ ജനന്യ, ഭഗവാന്റെ കാൽമുട്ടുകളെ ധ്യാനിക്കണമെന്ന് പറയും. കാൽമുട്ടുകൾ വരെയുള്ള ഭാഗത്തിനെ ധ്യാനിക്കണമെന്ന് പറയും. ആ കാൽമുട്ടുകൾ വരെയുള്ള ഭാഗത്തിനെ സേവിക്കുന്ന ലക്ഷ്മി ദേവിയെയും സ്മരിക്കണമെന്ന് പറയും. ലക്ഷ്മി ദേവി ഭഗവാന്റെ ശ്രീപാദ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ പാദസേവയാണ് ലക്ഷ്മി ദേവിയുടെ സേവനം. പാദസേവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജാനുദ്വയം ജലജലോചനയാ ജനന്യ ലക്ഷ്മി അഖിലസ്യ സുരവന്ദിതയാ വിധാതു. ജലജലോചനയാ ജനന്യ. ലക്ഷ്മി ദേവിയുടെ കണ്ണുകള് താമര പോലെ വിടർന്നതാണ് എന്ന് പറയും. ജനന്യ, ലക്ഷ്മി ദേവിയെ ബ്രഹ്മാവ് മാതാവായിട്ട് കണക്കാക്കുന്നു എന്ന് പറയും. ബ്രഹ്മാവ് മാതാവില്ലാതെ ജനിച്ചവനാണെങ്കിൽ പോലും ഭഗവാന്റെ പത്നിയായതുകൊണ്ട് ലക്ഷ്മി ദേവിയെ ബ്രഹ്മാവ് ജനനിയായിട്ട്, മാതാവായിട്ട് കണക്കാക്കുന്നു എന്ന് പറയും. ലക്ഷ്മി അഖിലസ്യ സുരവന്ദിതയാ വിധാതു. അപ്പൊ ബ്രഹ്മാവും മാത്രമല്ല എല്ലാ ദേവന്മാരും വന്ദിക്കുന്നവളാണ് ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവി എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ മാർദ്ദവമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ തലോടി ലക്ഷ്മി ദേവി സേവിക്കുന്നു, പാദങ്ങളെ സേവിക്കുന്നു. ശ്രീപാദ സേവയാണ് ലക്ഷ്മി ദേവി ചെയ്യുന്നത്. ആ ലക്ഷ്മി ദേവിയുടെ സേവനത്തെയും നമ്മൾ
ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദത്തിന് അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയും പാദങ്ങൾക്ക് സമീപം ഇരുന്ന് ശ്രീപാദ സേവ ചെയ്യുന്ന ലക്ഷ്മി ദേവിയെ നമ്മൾ സ്മരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ആ ഒരു ശ്രദ്ധ, ഭഗവാന്റെ പാദസേവയിലുള്ള ശ്രദ്ധ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ലഭിക്കും. അപ്പൊ നമ്മൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ പാദസേവനം ചെയ്യാൻ നമ്മൾക്കും സാധിക്കണമെന്നാണ് നമ്മൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? സാധാരണഗതിയിൽ ആളുകൾ ലക്ഷ്മി ദേവിയോട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ധനം, അല്ലെ? ധനം ദേഹി, ഒരുപാട് ഐശ്വര്യം, ധനം, ഇതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള ആളുകൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവി സേവിക്കുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കാൻ തനിക്കും സാധിക്കണമെന്നാണ് ഭക്തന്മാർ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മി ദേവിയുടെ സേവനത്തിനെയും നമ്മൾ ധ്യാനിക്കണമെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഭഗവാന്റെ പാദങ്ങളെ ലക്ഷ്മി ദേവി സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയെയും നമ്മൾ ധ്യാനിക്കണമെന്ന് പറയുന്നു. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഒരു സുവർണ ഭുജയോരതിശോഭമാന ഓജോനിധി അധസികാ കുസുമാവഭാസോ. ഭഗവാന്റെ ഉരുക്കളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ തിളങ്ങുന്ന തുടകളെ കുറിച്ചാണ് പറയുന്നത്. ആ തുടകളുടെ നിറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അധസികാ കുസുമാവഭാസോ. അധസിക എന്ന് പറഞ്ഞ പുഷ്പം ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ചെറുചണപ്പൂവ് എന്നാണ് പറയുന്നത്. ചെറുചണപ്പൂവ്, അധസികാ പുഷ്പം, അത് അതിന് വളരെ തിളങ്ങുന്ന നീല നിറമാണുള്ളത് അതിന്റെ പുഷ്പത്തിന്. നമ്മൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അധസികാ പുഷ്പം അല്ലെങ്കിൽ ചെറുചണപ്പൂവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പൂക്കളെ കാണാൻ സാധിക്കും. നല്ല തിളങ്ങുന്ന നീല നിറമുള്ള പുഷ്പങ്ങളാണ് അധസികാ പുഷ്പങ്ങൾ. ആ അധസികാ പുഷ്പത്തിനെ പോലെ തിളങ്ങുന്ന ഭഗവാന്റെ തുടകളെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ആ തുടകൾ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്ന സമയത്ത് വളരെ ശക്തിയുള്ളതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ ശക്തികളുടെയും ഉറവിടമാണ് ഭഗവാന്റെ ഊരുഭാഗം അല്ലെങ്കിൽ തുടകളുടെ ഭാഗം എന്ന് പറയും. അങ്ങനെ തിളങ്ങുന്ന നീല നിറത്തിലുള്ള ഭഗവാന്റെ തുടകളെ ധ്യാനിക്കണമെന്ന് പറയുന്നു. വ്യാലംബിബീതവരവാസസി വർത്തമാന കാഞ്ചി കലാപ പരിരംഭി നിതംബബിംബം. അതിനുശേഷം ഭഗവാന്റെ അരക്കെട്ടിന്റെ ഭാഗത്തിനെ ധ്യാനിക്കണം. ആ അരക്കെട്ട് വളരെ മനോഹരമായിട്ടുള്ള തിളങ്ങുന്ന മഞ്ഞ പട്ടുകൊണ്ട് ആച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ആ മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുള്ള ഭഗവാന്റെ അരക്കെട്ടിന്റെ ഭാഗത്തിനെ ധ്യാനിക്കണം എന്ന് പറയുന്നു. ആ അരക്കെട്ടിന്റെ ഭാഗത്ത് മഞ്ഞ പീതാംബരത്തിന്റെ മുകളിൽ ഭഗവാൻ ഒരു തിളങ്ങുന്ന അരപ്പട്ടയും ധരിച്ചിട്ടുണ്ട്. സ്വർണം കൊണ്ടുള്ള അരപ്പട്ട, കാഞ്ചി കലാപ പരിരംഭി നിതംബബിംബം എന്ന് പറയും. പട്ടിന് മുകളിൽ, മഞ്ഞ പീതാംബരത്തിന്റെ മുകളിൽ ഭഗവാൻ തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള അരപ്പട്ടയും ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അരപ്പട്ടയും നമ്മൾ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഭഗവാന്റെ അരക്കെട്ടിന്റെ ഭാഗത്തിനെ ധ്യാനിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം നാഭീഹൃതം, ഭഗവാന്റെ നാഭീഭാഗം, ഭഗവാന്റെ നാഭിയുടെ പ്രത്യേകത പറയുന്നുണ്ട്. നാഭീഹൃതം ഭുവനകോശ ഗുഹോദരസ്ഥം. എല്ലാ ഗ്രഹ സംവിധാനത്തിന്റെയും അടിസ്ഥാനമാണ് ഭഗവാന്റെ നാഭി. എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് ഭഗവാന്റെ നാഭിയിലാണ്. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് എല്ലാ ഗ്രഹ സംവിധാനങ്ങളും ഗ്രഹങ്ങളും വന്നിട്ടുള്ളത്. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായിട്ടുള്ള യത്രാത്മയോനി ദിഷണ അഖില ലോകപത്മം. ആ ലോകപത്മം, ലോകത്തിനെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആ പത്മം, താമര വന്നിട്ടുള്ളത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ്. ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായിട്ടുള്ള താമര വന്നിട്ടുള്ള ആ നാഭിയെ നമ്മൾ ധ്യാനിക്കണം എന്ന് പറയുന്നു. ആ നാഭി ചന്ദ്രനെ പോലെ തിളങ്ങുന്നതാണ് എന്നാണ് പറയുന്നത്. ചന്ദ്രനെ പോലെ തിളങ്ങുന്ന നാഭി പത്മത്തിനെ നമ്മൾ ധ്യാനിക്കണം എന്ന് പറയും. പത്മനാഭൻ,
താമര തണ്ട് പുറത്തേക്ക് വരുന്ന ആ നാഭി ഭാഗത്തിന് നമ്മൾ ധ്യാനിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നിട്ടുള്ള ഭഗവാന്റെ മാറിടത്തിനെ, ഭഗവാന്റെ വക്ഷസ്ഥലത്തിനെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ആ വക്ഷസ്ഥലത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഭഗവാന്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള മുത്തുകൾ, ആ വെളുത്ത നിറത്തിലുള്ള മുത്തുകൾ കൊണ്ട് ഭഗവാന്റെ വക്ഷസ്ഥലം തിളങ്ങുന്നുണ്ട് എന്ന് പറയും. രത്നം പോലെ, മരതങ്കം പോലെ ഭഗവാന്റെ വക്ഷസ്ഥലം, ഭഗവാന്റെ മാറിടം തിളങ്ങുന്നു. അങ്ങനെ തിളങ്ങുന്ന ആ ഭഗവാന്റെ മാറിടത്തിനെ നമ്മൾ ധ്യാനിക്കണം, ഒരു യോഗി ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഓരോ അംഗത്തിന്റെയും പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. ആ അംഗങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാലുള്ള അതിന്റെ ഫലവും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ വിശദീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത്. കൃത്രിമമായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിനെയല്ല നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് പറയും. ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ഭഗവാന്റെ വിഗ്രഹത്തിന്റെ പാദം മുതലാണ് നമ്മൾ ദർശനം എടുക്കേണ്ടത്. പാദാദികേശം, കേശാദിപാദമല്ല, പാദാദികേശമാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട്. ബാക്കി ഭഗവാന്റെ അംഗങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളെ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, രമാഭായി മാതാജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ